കോടതിയുടെ നിയമപരമായ ആ ഉത്തരവിന്റെ ഗൗരവം എങ്ങനെയാണ്? സജി ചെറിയാൻ ഇനി സ്വീകരിക്കേണ്ടി വരുന്ന മറ്റ് മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നിവയാണ് നമ്മൾ പരിശോധിക്കുന്ന. നമ്മോടൊപ്പം അഡ്വക്കേറ്റ് അസഫ് അലി മുൻ DGP തത്സമയം ചേരുന്നുണ്ട്. ശ്രീ M ജയചന്ദ്രൻ ഇടത് സഹയാത്രികനും ചേരുന്നുണ്ട്. അസഫ് അലി സാറിലേക്ക് ആദ്യം. അസഫ് അലി സാറേ, ഈ തിരുവല്ല DYSPയുടെ റിപ്പോർട്ട് അടിമുടി വായിക്കുമ്പോൾ വളച്ചൊടിക്കലും അട്ടിമറിയൊക്കെ തന്നെ വളരെ സുവ്യക്തമായിരുന്നു. രക്ഷപ്പെടുത്താൻ വേണ്ടി, സജി ചെറിയാനെ രക്ഷപ്പെടുത്താൻ വേണ്ടി തട്ടിക്കൂട്ടിയ ഒരു റിപ്പോർട്ടാണെന്ന് നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിയുന്നതാണ്. അത് തന്നെ കോടതി പരിശോധിക്കുമ്പോൾ എത്രത്തോളം ഗൗരവമേറിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ തുറന്നു വരുന്നത്. ശ്രീ അസഫ് അലി. സജി ചെറിയാൻ ചെയ്തത് അറിവില്ലായ്മ കൊണ്ടോ ഒരു ആക്സിഡൻ്റൽ ടങ് സ്ലിപ്പ് കൊണ്ടോ ഒന്നും പറഞ്ഞതല്ല. ഭരണഘടനയെ നിന്ദിക്കാനും ഭരണഘടനയെ അവഹേളിക്കാനും പൊതുജന ദൃഷ്ടിയിൽ ഇന്ത്യൻ ഭരണഘടനയെ ഇടിച്ചു താഴ്ത്താനും വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം അങ്ങനത്തെ അക്ഷരവൈരിയായ ഒരു വ്യക്തിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ ഓഫ് നാഷണൽ ഹോണർ ആക്ട് സെക്ഷൻ 2 അനുസരിച്ച് ശിക്ഷാർഹമായ ഒരു കുറ്റമാണ്. ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ അതീവ ഗുരുതരമായ മാപ്പർഹിക്കാത്ത തെറ്റാണ് ചെയ്തത്. അവർ ചെയ്ത ആ കുറ്റപത്രവും റഫർ റിപ്പോർട്ടും പൂർണ്ണമായി ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കേസിൽ ആദ്യം ഹാജരായതാണ്. ഈ സംഭവത്തെക്കുറിച്ച് പരമപ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം സജി ചെറിയാൻ്റെ ശബ്ദ സാമ്പിൾ എടുക്കുക. അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ സംഭവത്തെക്കുറിച്ചിട്ടുള്ള സാക്ഷികൾ, റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകന്മാർ, ഇത് റിപ്പോർട്ട് ചെയ്ത വീഡിയോഗ്രാഫർമാർ, ഇവരാരുടെയും പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് റഫർ റിപ്പോർട്ടിൽ. പക്ഷേ അവരെ ചോദ്യം ചെയ്ത് മൊഴി റെക്കോർഡാക്കിയില്ല. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? പ്രതിക്ക് വേണ്ടി പ്രതി നടത്തിയ പ്രതിയുടെ ഒരു അന്വേഷണം മാത്രമാണ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള അന്വേഷണം കേരള പോലീസ് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കണമെന്ന് പറയുന്നു. കേരള പോലീസിലെ എല്ലാവരും സത്യസന്ധരാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അവരുടെ ഹസ്തങ്ങൾ ബന്ധസ്ഥരാക്കിയിരിക്കുന്നു. അവർക്ക് സ്വതന്ത്രമായി അന്വേഷിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഞാൻ ചോദിക്കട്ടെ, മന്ത്രിസ്ഥാനത്ത് സജി ചെറിയാൻ ആ സ്ഥാനത്ത് തുടരുന്നിടത്തോളം കാലം അദ്ദേഹത്തെ ഒരു പ്രതി എന്ന നിലയിൽ ചോദ്യം ചെയ്യുവാനോ വിളിച്ചു വരുത്താനോ അറസ്റ്റ് ചെയ്യുവാനോ ധൈര്യമുള്ള അതായത് അന്ന് ഒരു 2-3 വർഷം മുൻപ് അദ്ദേഹം രാജിവെക്കുന്ന സമയത്ത് അന്ന് അദ്ദേഹം പറഞ്ഞ വാചകം കൂടി ഒന്ന് കേൾക്കണം. എന്തുകൊണ്ടാണ് താൻ രാജിവെക്കുന്നത് എന്നുള്ള കാര്യം, അതിലേക്ക് അത് പ്രേക്ഷകരിലേക്ക് ഒന്ന് കേട്ട ശേഷം ശ്രീ അസഫ് അലിയിലേക്ക്. രാജ്യത്ത് ഏത് ആള് പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് എന്താ പറയുന്നത്, പ്രമോദ് നാരായണ ഭാഷ പറഞ്ഞ ഇച്ചിരി മുക്കുമൂലയൊക്കെ അരിച്ചു ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണേ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം, ജനാധിപത്യം, കുന്തം കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം റെസിഗ്നേഷൻ, അതായത് രാജി വെച്ചുകൊണ്ട് നടത്തിയ പ്രസംഗമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിലേക്ക് ഞാൻ എൻ്റെ മന്ത്രിസ്ഥാനം രാജിവെക്കുകയാണ്. എൻ്റെ രാജിക്കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് തൊട്ടു മുമ്പ് ഞാൻ നൽകിയുണ്ടായി. ഞാൻ മന്ത്രിയായിരുന്നാൽ സ്വതന്ത്രമായ അന്വേഷണം അല്ലെ സ്വതന്ത്രമായ തീരുമാനം വരുന്നതിന് ചിലപ്പോൾ തടസ്സം വരും. അതുകൊണ്ട് മന്ത്രി എന്ന നിലയിൽ ഞാൻ ആ സ്ഥാനത്ത് തുടരുന്നത് ധാർമ്മികമായി ശരിയല്ല. അതുകൊണ്ട് ഞാൻ രാജിവെക്കും. ശ്രീ അസഫ് അലി, മന്ത്രിയായി താൻ തുടർന്നു കഴിഞ്ഞാൽ ഒരു സ്വതന്ത്രവും നീതിയുക്തമായ ഒരു അന്വേഷണം നടക്കില്ല എന്ന് 6/7/2022 പറഞ്ഞ് രാജിവെച്ചൊഴിഞ്ഞ മന്ത്രി ഇന്ന് പറഞ്ഞത് എന്താണ്? തൊടുന്യായങ്ങൾ പറയുകയാണ്. മേൽക്കോടതി ഉണ്ടല്ലോ, തന്നെ കേട്ടില്ലല്ലോ, തന്നെ കേൾക്കണമെങ്കിൽ എന്താണ്, ഒരു ഹർജിക്കാരൻ ഒരു കോടതിയിലേക്ക് വരികയാണ്. കോടതി അതിൻ്റെ അങ്ങനെ മെറിറ്റിലേക്ക് കടക്കില്ലല്ലോ. അതിൻ്റെ കാര്യങ്ങളൊക്കെ വസ്തുതകളെ മനസ്സിലാക്കിയ സ്ഥാനം പ്രതിസ്ഥാനത്തുള്ള വ്യക്തിയാണ്. ആ പ്രതിസ്ഥാനത്തുള്ള ആളെ കേൾക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് അങ്ങനെയാണ് ഇനി പറയേണ്ടത്. അങ്ങനെയൊക്കെയുള്ള തൊടുന്യായം പറയുമ്പോഴാണ് ഈ ബൈറ്റ്, കേൾപ്പിച്ച ബൈറ്റിൻ്റെ പ്രസക്തി എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ്. അന്നൊരു പരാതി മാത്രമായി വരുന്നു. ആ രീതിയിൽ ഒരു അന്വേഷണത്തിലേക്ക് വരുമ്പോഴാണ് രാജിവെച്ച് ഈ മാന്യ വ്യക്തി പുറത്തേക്ക് പോകുന്നത്. പിന്നീട് ഇന്നിപ്പോൾ ഗൗരവത്തോടുകൂടി ഹൈക്കോടതി സംസ്ഥാന പോലീസിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട്, സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ സംശയത്തിൽ നിർത്തിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യത്തെ വളരെ ലളിതമായി അങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ട് വിചിത്ര ന്യായം പറയാൻ കഴിയുന്നതാണോ ശ്രീ അസഫ് അലി? ഒന്ന്, ഇദ്ദേഹം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. ഏത് ഏജൻസി അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു തീർപ്പ് കൽപ്പിക്കേണ്ട ഹർജിയിൽ
പ്രതിക്ക് യാതൊരു സ്ഥാനവുമില്ല, പ്രതിയെ കേൾക്കേണ്ടതില്ല, പ്രതിയെ കേൾക്കാൻ പാടില്ല. എനിക്കെതിരെയുള്ളൊരു കേസ് ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന് എനിക്ക് പറയാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കേസ് കേരള ഹൈക്കോടതിയിൽ 1 കൊല്ലമായി പെൻഡിംഗ് ആണ്. എന്തേ ഇദ്ദേഹം ഇതുവരെ ആ ഹർജിയിൽ കക്ഷി ചേരാൻ പോകാതിരുന്നത്? അദ്ദേഹത്തിന് ഈ കേസിനെ ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകാൻ നിയമപരമായി സാധിക്കില്ല. സുപ്രീം കോടതി നിരവധി വിധിന്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രതിക്കെതിരെയുള്ള ഏത് ഏജൻസി ഒരു കേസ് അന്വേഷണം ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന് തീർപ്പ് കൽപ്പിക്കേണ്ട ഒരു ഹർജിയിൽ പ്രതിയെ കേൾക്കേണ്ടതില്ല. പ്രതിക്ക് നോ ലോക്കസ് സ്റ്റാൻഡി അറ്റ് ഓൾ ഉറപ്പാണ്. പിന്നെ ഇദ്ദേഹത്തിന് എടുക്കാൻ പറ്റുന്ന ഒരു ഡിഫൻസ് ഉണ്ട്. ആ ഡിഫൻസ് എടുത്താൽ അദ്ദേഹത്തിന് MLA ആയും MP ആയും മന്ത്രിയായും തുടരാൻ കഴിയില്ല, നിയമപരമായി കഴിയില്ല. എന്താണെന്നറിയുമോ ആ ഡിഫൻസ്? ഇന്ത്യൻ പീനൽ കോഡിൽ, പഴയ ഇന്ത്യൻ പീനൽ കോഡിലെ ഒരു 84-ാം വകുപ്പ്, ഇപ്പോഴത്തെ ന്യായസന്നിധിയിലെ 22-ാം വകുപ്പ്. ഒരാൾ മാനസിക വിഭ്രാന്തിയുള്ള മാനസിക രോഗി, ഭ്രാന്തനാണെങ്കിൽ അദ്ദേഹം ചെയ്ത കുറ്റങ്ങൾക്ക് അത് എക്സംപ്റ്റഡ് ആണ്. പഴയ IPCയിൽ ഒരു 85-ാം വകുപ്പുണ്ട്, ഇപ്പോഴത്തെ ന്യായസന്നിധിയിൽ 23-ാം വകുപ്പ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ഹിതത്തിനെതിരായി മദ്യപിപ്പിച്ച് അദ്ദേഹം ഒരു കുറ്റം ചെയ്താൽ അത് എക്സംപ്റ്റഡ് ആണ്. ഈ 2 ഡിഫൻസ് മാത്രമേ സജി ചെറിയാന് ഈ കേസിൽ എടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ നമ്മുടെ പബ്ലിക് ഡൊമൈനിലുള്ള ഒരു കാര്യം, പബ്ലിക് ഡൊമൈനിൽ പറഞ്ഞ കാര്യം എന്താണ്? ഭരണഘടനയെ അവഹേളിച്ചിരിക്കുന്നു. ഈ ഭരണഘടന, മഹത്തായ ഭരണഘടന ഈ ചൂഷകർക്ക് വേണ്ടിയുള്ളതാണ്, കൂടുതലും ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ജനാധിപത്യം, മതേതരത്വം, കുന്തം കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തി ഹൈക്കോടതിയിൽ ഈ ഗൗരവത്തോടെ എടുക്കുന്നെങ്കിൽ ഇനി സുപ്രീം കോടതിയിലേക്ക് പോയാൽ മറിച്ചെന്തെങ്കിലും സംഭവിക്കുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അതുവരെ പിടിച്ച് കടിച്ചു തൂങ്ങാൻ എന്ത് ധാർമ്മികമായി കഴിയുന്നതല്ലല്ലോ. മേൽക്കോടതിയിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. പോകാനുള്ള അവകാശമുണ്ട്, സ്വാഭാവികമാണ്. ഒരിക്കലും കഴിയില്ല. ഒന്ന് സുപ്രീം കോടതിയിൽ പോകാൻ സജി ചെറിയാനും സ്റ്റേറ്റ് ഗവൺമെന്റ് പോലും ഇതിൽ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സുപ്രീം കോടതി പോയാൽ പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, സങ്കടത്തിനെതിരെ ഹർജി കൊടുത്ത് മഹാസങ്കടം പാസ്സായി. സുപ്രീം കോടതി പോയാൽ ഇതിനേക്കാളും വലിയ ചാട്ടവാർ റെഡിയാണ് സജി ചെറിയാനെ അവിടെ കാത്തിരിക്കുന്നത്. ഒരു കാരണവശാലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലെ ഭരണഘടന പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നൊരു മന്ത്രി ഭരണഘടനയെ നിന്ദിക്കുകയും അവഹേളിക്കുകയും അപമാനിക്കുകകയും ഇടിച്ചു താഴ്ത്തുകയും നമ്മൾ പരിശോധിക്കണം. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭരണഘടനയാണ്, ഏറ്റവും ദൈർഘ്യമേറിയ ഭരണഘടനയാണ്. 20-ാം നൂറ്റാണ്ടിലെ മഗ്ന കാർട്ട എന്നാണ് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് പറയുന്നത്. ഇന്ത്യൻ അതിർത്തിയിൽ ജീവിക്കുന്ന വിദേശിയും സ്വദേശിയുമായ മുഴുവൻ ജനവിഭാഗത്തിൻ്റെയും രക്ഷാ കവചം ഇന്ത്യൻ ഭരണഘടനയാണ്. ആ ഭരണഘടനയെ കുറിച്ച് പറയുകയാണ്, ഇത് കൊള്ളയടിക്കാനുള്ള ഭരണഘടനയാണ്, ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഭരണഘടനയാണ്. അദ്ദേഹം അത് ഭരണഘടനയെ അപമാനിക്കാനും അവഹേളിക്കാനും നിന്ദിക്കാനും പുച്ഛിക്കാനുമുള്ള ഒരു ഗൂഢോദ്ദേശം വെച്ചുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് ഒഫൻസാണ്. അദ്ദേഹത്തിന് ഒരു കാരണവശാലും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ ഈ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ M ജയചന്ദ്രൻ, കാരണം ഈ തിരുവല്ല DYSP തട്ടിക്കൂട്ട് അന്വേഷണം റിപ്പോർട്ടല്ലേ സമർപ്പിച്ചത്? അതായത് മന്ത്രി സജി ചെറിയാനെ വെള്ളപൂശി രക്ഷിച്ചെടുത്ത് മന്ത്രിസഭയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ട്. അതല്ലേ ഇന്ന് കോടതിയിൽ ബൂമറാങ്ങായി ഈ സർക്കാരിന് നേരെ പതിച്ചിരിക്കുന്നത്? ശ്രീ M ജയചന്ദ്രൻ, പ്രതീക്ഷ, ഈ താങ്കളെ പറഞ്ഞ തട്ടിക്കൂട്ട് റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കേണ്ടതാണ് കേട്ടോ. ഇവിടെ സജി ചെറിയാൻ പരസ്യമായി ഒരു സംഘർഷത്തിന്, ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല എന്നാർക്കും പരാതിക്കാരന് പോലും അങ്ങനെ പരാതിയുമില്ല. ഭരണഘടനയെ നിന്ദിച്ചു എന്നാണ് പറയുന്നത്. അതാണ് അന്വേഷിച്ചത് തിരുവല്ല DYSP കൊടുത്ത റിപ്പോർട്ടിലുള്ളത്. അവിടെ പരാതിക്കാരൻ തന്നെ ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയിൽ എന്താണ് പറയുന്നത് ഒന്ന് അന്വേഷിച്ച് നോക്കണം പ്രജീഷ് കേട്ടോ. അഡ്വക്കേറ്റ് ആസഫ് അലിക്ക് അത് അറിയാത്തതൊന്നുമല്ല. ഇവിടെ ഈ റിപ്പോർട്ടിൽ ശാസ്ത്രീയ തെളിവുകൾ പരിശോധിച്ചില്ല, പുറത്തുള്ള സാക്ഷികളെ കണ്ടില്ല. ശാസ്ത്രീയ തെളിവുകൾ പരിശോധിക്കാനായിട്ട് തൻ്റെ പ്രസംഗം മന്ത്രി സജി ചെറിയാൻ എവിടെയും നിഷേധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നിഷേധിക്കാതിരിക്കുക മാത്രമല്ല, താൻ പറഞ്ഞതാണത് എന്ന് എപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്, ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തിനാണ് ശാസ്ത്രീയ പരിശോധന അവിടെ വേണ്ടത്? ഫോറൻസിക് പരിശോധന വേണ്ടത് ഇതെന്തെങ്കിലും എഡിറ്റഡ് വേർഷൻ ആണോ കോടതിയിൽ കൊടുത്തേക്കുന്നത് പ്രസംഗത്തിന്റെ? അല്ല, അദ്ദേഹം തന്നെ സമ്മതിക്കുന്നത് താൻ പറഞ്ഞിട്ടുള്ളതാണത്
എന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ശാസ്ത്രീയ പരിശോധന വേറെ വേണ്ടത്? പിന്നെ 39 സാക്ഷിമൊഴികളാണ് അവിടെ ഹാജരാക്കിയിട്ടുള്ളത് ഹൈക്കോടതിയിൽ. അതൊരു ഓഡിറ്റോറിയത്തിൽ നടന്ന ഫംഗ്ഷനാണ്. അവിടുത്തെയാണ് 39 പേരെ സാക്ഷികളെ ഹാജരാക്കിയിരിക്കുന്നത്. പരാതിക്കാരന്റെ അവലാതി ഈ വേദിക്ക് ഓഡിറ്റോറിയത്തിന് പുറത്തുള്ളവരെ സാക്ഷികളാക്കിയിട്ടില്ല. അതെന്തിനാണ്? ഓഡിറ്റോറിയത്തിനകത്ത് നടന്ന ഫംഗ്ഷനാണ്. അതിന്റെ അകത്തുള്ള മുഴുവൻ ആൾക്കാരും അവരെ റെക്കോർഡ് സാക്ഷിമൊഴിയുടെ റെക്കോർഡ് വേണ്ട വിധത്തിൽ ചെയ്തിട്ടില്ല. ഞാൻ പറയട്ടെ, താങ്കൾ പറയുന്ന 6 മുതൽ 39 വരെയുള്ള സാക്ഷികൾ, അത് ആരായിരുന്നു സാർ ആ സാക്ഷികൾ? അവിടുത്തെ ജനപ്രതിനിധികൾ. അത്ഭുതപ്പെടുന്ന ജനപ്രതിനിധികൾ പോലും, MLA സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പോലും കൈമലർത്തുന്നു എന്നുള്ളതാണ് ഗൗരവമേറിയ വിഷയം. അവിടെ ബാക്കിയുള്ള ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ അങ്ങനെയാണ് കാട്ടുന്നതിൽ അവിടെ ഇരുന്ന CITU പ്രവർത്തകരും CPM-ന്റെ പ്രവർത്തകരും ഒക്കെ ഏതെങ്കിലും തരത്തിൽ അനുകൂലമായി, പരാതിക്ക് അനുകൂലമായി മൊഴി രേഖപ്പെടുത്തുമോ? വെള്ളരിക്കപ്പെട്ടണമെന്നല്ല, അങ്ങനല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രേഖപ്പെടുത്തുമോ? 2, ഈ പറയുന്ന ഫോറൻസിക് റിപ്പോർട്ടിന്റെ ആ ഒരു ഗൗരവം അങ്ങ് എന്തുകൊണ്ട് തള്ളിക്കളയുന്നു? കാരണം നാളെ ഇതിന്റെ ട്രയലിന്റെ അല്ലെങ്കിൽ ഇത് തള്ളിപ്പോകുന്ന കാര്യമോ അല്ലെങ്കിൽ പിന്നീട് ഇതിന്റെ തുടർച്ച ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? സംഘ പറയുന്ന സജി ചെറിയാൻ സമ്മതിച്ചു. അതിനപ്പുറത്തേക്ക് DYSP അന്വേഷണത്തിന് ഏൽപ്പിക്കുമ്പോൾ എന്താണ് യഥാവിധി ചെയ്യേണ്ടത്? അതിന്റെ റിപ്പോർട്ട് ഇരിക്കുകയാണ്, അത് എത്തിയിട്ടില്ല. ഫോറൻസിക് റിപ്പോർട്ട്, ആ 2 കൊടുത്തിട്ടുള്ള പെൻഡ്രൈവ്, ആ CCTV ദൃശ്യങ്ങൾ, അതിൻ്റെയൊക്കെ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. മാത്രമല്ല, മൊഴിയെടുക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഈ ദൃശ്യം വെച്ച് മൊഴി രേഖപ്പെടുത്തണമായിരുന്നു. അതാണ് ദൃശ്യങ്ങൾ, ഇതാണ്, അങ്ങിത് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ മൊഴിയെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ദൃശ്യം വെച്ച് മൊഴിയെടുത്തിട്ടില്ല. ദൃശ്യം വെച്ചാണ് മൊഴിയെടുക്കുന്നത്. ദൃശ്യം വെച്ച് മൊഴിയെടുക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ആധികാരിക വരൂ. ഈ പറയുന്ന DYSP അതിലേക്കൊന്നുമേ പോയിട്ടില്ല. മാനത്ത് നോക്കി എഴുതി പിടിപ്പിച്ച റിപ്പോർട്ടുമായിട്ടാണ് കോടതിക്ക് മുന്നിലേക്ക് പോയത്, റഫറൽ റിപ്പോർട്ട്. അതെ, അത് താങ്കളുടെ പ്രശ്നമാണ്. ഞാൻ എന്റെ പ്രശ്നമല്ല വിഷയമല്ലത്. കാണിച്ചതാണ് ഇന്ന് കോടതിയിൽ അടപടലം താഴേക്ക് വീണിരിക്കുന്നത്. എവിടെ ഒന്നും താഴേക്ക് വീണു? അതൊക്കെ ഈ വാചാടോപം എന്ന് പറഞ്ഞ ഇതിനാണേ. വാക്കുകൾ കൊണ്ട് എന്ത് വേണേ പറയാം. ശ്രീ ആസിഫ് അലി പറഞ്ഞതുപോലെ എന്ത് വേണമെങ്കിൽ പറയാം. എവിടെ നിൽക്കില്ല ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മെഡലൊന്നുമല്ലല്ലോ. അല്ലല്ല, ശ്രീ M. ജയചന്ദ്രൻ, കേരള പോലീസിന് ഹൈക്കോടതിയിൽ മെഡലൊന്നും അല്ല കിട്ടിയിരിക്കുന്നത്. സംശുദ്ധനായ ഒരു ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കണം എന്ന് പറയുമ്പോൾ ഈ DYSPക്ക് മെഡലല്ല കിട്ടിയേക്കുന്നത്. അല്ല, ഞാൻ പറയട്ടെ, താങ്കൾ എന്തിനാണ് ഇത്ര ധൃതി പിടിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ പ്രജീഷ്. ഞാൻ പറഞ്ഞില്ലേ, പൊന്നാനി ബലാത്സംഗ കേസിൽ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് എന്തായിരുന്നു? ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് എന്തായിരുന്നു? എല്ലാവരും ഒരാഴ്ച മുമ്പ് കണ്ടുകൊണ്ടിരുന്നല്ലേ ഇതൊക്കെ? ഇവിടെ കൂടുതൽ അന്വേഷണം നടക്കണമെങ്കിൽ നടക്കണം. ആർക്കാണ് തർക്കം? സഹിച്ചറിയാൻ സത്യപ്രതിജ്ഞാലംഘനം നടത്തിയിട്ടുണ്ടോ? സമൂഹത്തിൽ കലാപം ആഹ്വാനം ചെയ്തിട്ടുണ്ടോ? സംഘർഷത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയായിരുന്നോ? ഇതൊക്കെ പരിശോധിക്കണം. ആർക്കാ തെറ്റ്? ആരാണ് പരിശോധിക്കേണ്ടത് സാറേ? ഒരു ഡിവൈഎസ്പി കൊടുത്ത റിപ്പോർട്ടിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇനി ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ഏത് രീതിയിലായിരിക്കും റിപ്പോർട്ട്? അപ്പോൾ വിശ്വാസയോഗ്യമാണ്. അങ്ങേയും ഞാൻ കേൾപ്പിച്ചു നേരത്തെ ആ ബൈറ്റ്. 2022 രാജിവെക്കുമ്പോൾ അദ്ദേഹം തന്നെ, സജി ചെറിയാൻ തന്നെ പറഞ്ഞ വരികൾ അങ്ങ് കേട്ട് കാണും. ഒരു ഏജൻസി അന്വേഷിക്കുമ്പോൾ, ഒരു അന്വേഷണം നടക്കുമ്പോൾ ഞാൻ ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല എന്ന് സജിക്ക് അന്ന് തോന്നിയ ബോധം ഈ ദിവസം എന്തുകൊണ്ട് തോന്നുന്നില്ല? പക്ഷേ താങ്കൾ പറയുന്നത് ദൗർഭാഗ്യവശാൽ ഹൈക്കോടതിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ശ്രീ ആസിഫ് അലിയും പറയുന്നത് ഈ ഹൈക്കോടതി രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല എന്നായിരിക്കും. അങ്ങനെ പറയില്ലല്ലോ കോടതി. CBIക്ക് അന്വേഷണം കൊടുക്കേണ്ടതില്ല, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ മതിയെന്ന് ഹൈക്കോടതി ജഡ്ജിക്ക് തോന്നി. താങ്കളുടെ താല്പര്യം അതല്ല. ഇവിടുത്തെ അന്വേഷണ ഏജൻസികളൊന്നും അന്വേഷിച്ചാൽ തെളിയില്ല, അല്ലെങ്കിൽ മുമ്പോട്ട് പോകില്ല എന്നാണ് താങ്കളുടെ നിലപാട്. ഓക്കെ, ആയിക്കോട്ടെ. പക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിന് അങ്ങനെ തോന്നുന്നില്ല. അദ്ദേഹത്തിന് മനസ്സിലായത് CBI അന്വേഷിക്കാത്ത ഭാഗ്യം. മറ്റൊരു ഏജൻസിയാണല്ലോ അന്വേഷിക്കുന്നത്, ഞങ്ങളുടെ പോലീസ് അല്ലല്ലോ അന്വേഷിക്കുന്നത്, അപ്പോൾ രാജിവെക്കേണ്ടതില്ലല്ലോ എന്നൊക്കെ പറയാമായിരുന്നു. അതെന്തായാലും ഇപ്പോൾ ഒത്തു വന്നിട്ടില്ല. അല്ല, ഞാൻ രാജിയുടെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ സജി ചെറിയാൻ രാജിവെക്കണമോ, അത് ധാർമ്മികമായ പ്രശ്നമാണെന്ന് തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അടക്കം പറയുന്നുണ്ടല്ലോ. ആയിക്കോട്ടെ, ആ ധാർമ്മിക പ്രശ്നത്തിന് മുമ്പിൽ അദ്ദേഹവും പാർട്ടിയും തീരുമാനമെടുക്കട്ടെ. ഗോവിന്ദൻ മാഷ് പറഞ്ഞു നിയമപരമായി ആലോചിച്ച് വേണ്ടത് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് രാജിയുടെ കാര്യമൊക്കെ പിന്നീടുള്ള കാര്യമാണ്. അത് രാജി വേണമോ വേണ്ടോ എന്നുള്ള ആ പാർട്ടി നിയോജകരെ ആലോചിച്ച് തീരുമാനിക്കട്ടെ. സജി ചെറിയാൻ പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ ധാർമ്മിക അദ്ദേഹവും തീരുമാനിക്കട്ടെ. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ലെന്നേ. ഞാൻ പറയുന്നത് ജസ്റ്റിസ് ബെജു കുര്യന് തോന്നിയില്ല ഇത് പുറത്തുള്ള CBI അന്വേഷിക്കണം, അദ്ദേഹത്തിന് തോന്നിയില്ല. അദ്ദേഹം വ്യക്തമായും വിധിച്ചിരിക്കുന്നത്, ഉത്തരവിട്ടിരിക്കുന്നത് ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാണ്. അതിന്റെ ശാസ്ത്രീയ തെളിവുകൾ പരിശോധിക്കണമെന്നാണ്.
ഞാൻ പറഞ്ഞത് ശാസ്ത്രീയ തെളിവുകൾ പരിശോധിക്കാതിരിക്കുന്നതിന് കാരണമായി എനിക്ക് തോന്നിയത് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ശാസ്ത്രീയമായി ഈ പ്രസംഗം തള്ളി പറയുന്നില്ല സജി ചെറിയാൻ. അതുകൊണ്ടാണ് ഡിവൈഎസ്പി ആ ഭാഗത്തേക്ക് കടക്കാതിരുന്നതാണ് എന്റെ തോന്നൽ എന്നാണ് ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞത്. അത് അങ്ങനെയല്ലാതെ ഞാൻ ചോദിക്കുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശരിയാവണ്ണം പോയിട്ടുണ്ടോ സാറേ? അത് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ശരിയാവണ്ണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ഡിവൈഎസ്പി തിരുവല്ല ഡിവൈഎസ്പി ഈ കേസിനെ സമീപിച്ചിട്ടുണ്ടോ? ഉണ്ട്. തിരുവല്ല ഡിവൈഎസ്പി അഷാദ് ആ കേസിനെ നന്നായി സമീപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ ആ കേസിന്റെ കാലത്ത് തന്നെ. താങ്കൾക്കതില്ലെന്ന് പറയാം, എനിക്കത് ഉണ്ടെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് എനിക്ക് ആ ഡിവൈഎസ്പി അങ്ങനെയാണ് ബോധ്യത്തോട് ചെയ്തിരിക്കുന്നത് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അതെനിക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ശ്രീ അസഫ് അലി, അങ്ങനെ വാദിക്കാൻ കഴിയുന്നതാണോ? ശരിയാവണ്ണം നമുക്കറിയാം, ഒരു കേസിൽ അല്ലെങ്കിൽ ഒരു ഫോറൻസിക് റിപ്പോർട്ടും വരുന്നതിന് മുമ്പ്, അത് കിട്ടുന്നതിന് മുമ്പ് അവിടെ ഈ ആളെ, ഈ വ്യക്തിയെ കുറ്റവിമുക്താൻ കാട്ടുന്ന വ്യഗ്രത, പിന്നെ മൊഴികളിലെ ഈ അസ്വാഭാവികത, അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? ഈ പരാതിക്കാരനടക്കം ഉന്നയിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതല്ല. അപ്പോൾ സഞ്ചരിക്കേണ്ട വഴികളിലൂടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പോയിട്ടുണ്ടോ? അത് ആ സംശയമല്ലേ ഇന്ന് കോടതി ചൂണ്ടിക്കാട്ടിയത്? അപ്പോൾ പറയുമ്പോൾ അത് പ്രസക്തിയുള്ളതല്ലേ ശ്രീ അസഫ് അലി? ഈ പ്രസംഗം കേൾക്കുന്നത് ലോകത്തെമ്പാടുമുള്ള ആളുകളാണ്, മലയാളികളാണ്. അപ്പോൾ ഈ ഹോളിൻ്റെ അകത്ത് ഇയാളുടെ വാക്കാൽ പ്രസംഗം കേട്ടവരാണ്. അപ്പോൾ ചാനലിൽ കൂടിയാണ് നമ്മളെല്ലാം കാണുന്നത്. അപ്പോൾ ആ ചാനലിൻ്റെ വിഷ്വൽസ് എവിഡൻസ് ആക്ട് പ്രകാരം 65A എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻ വേണം ഫോറൻസിക്കിൻ്റെ. എന്നാൽ മാത്രമേ, ഇപ്പോൾ മാതൃഭൂമി ചാനലിലെ വിഷ്വൽസ് കോടതിയിൽ കൊടുത്താൽ കോടതി എടുത്ത് ചാടും. അതിന് എവിഡൻസ് ആക്ട് പ്രകാരമുള്ള ഒരു സാക്ഷ്യപത്രം വേണം. ആ പ്രസംഗം ഞാനും നിങ്ങളും കേട്ടപ്പോഴാണ് നമുക്ക് ഇത് ഭരണഘടനയെ നിന്ദിക്കുന്ന പ്രസംഗമാണെന്ന് ബോധ്യപ്പെടുന്നത്. പാർട്ടിക്കകത്തുള്ള, ആ ഹോളിനകത്തുള്ള പാർട്ടിക്കാരെ എത്ര തല്ലിയാലും അവർ ഇത് ഭരണഘടനയെ നിന്ദിക്കുന്നതാണെന്ന് അവർ പറയില്ല, പറയാൻ കഴിയില്ല. അതുകൊണ്ട് അവരുടെ മൊഴി ഈ കേസിന് എടുത്ത് ഡസ്റ്റിലിടേണ്ടതാണ്. എന്നാൽ പുറത്തുള്ളവരുടെ പേരുകൾ എഴുതി വെച്ചിരിക്കുന്നു സാക്ഷികളായി. ആ ഫൈനൽ റിപ്പോർട്ട് എൻ്റെ കൈവശമുണ്ട്. ഞാൻ ഈ കേസിൽ ഹാജരായതാണ് ആദ്യം. അവരാരുടെയും പോലീസ് മൊഴി റെക്കോർഡാക്കിയില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അവരുടെ മൊഴി റെക്കോർഡാക്കുകയും ഈ വിഷ്വൽസ് പെൻഡ്രൈവ് കൊടുത്തു. ആ പെൻഡ്രൈവും വിഷ്വൽസും സർട്ടിഫിക്കേഷൻ, എവിഡൻസ് ആക്ട് പ്രകാരമുള്ള സർട്ടിഫിക്കേഷൻ അയച്ചു തന്നാൽ മാത്രമേ അത് തെളിവായി സ്വീകരിക്കുകയുള്ളൂ. ഈ ഡിവൈഎസ്പിക്ക് ഇത് അറിയാഞ്ഞിട്ടാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അദ്ദേഹത്തെ അത് ചെയ്യാൻ അജ്ഞാതമായ ഒരു ശക്തി അവരുടെ ഹസ്തങ്ങൾ ബന്ധസ്ഥനാക്കിയതാണ്. ഒരു സാധാരണ ഒരു അടിപിടി കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് അറിയാവുന്ന കാര്യമാണിത്. ഇത് വലിയ വിദഗ്ധ പരിശോധനയോ അന്വേഷണമോ ഇതിൽ ആവശ്യമില്ല. ഈ ലഹള കൊണ്ടാൻ വേണ്ടി പറഞ്ഞാൽ മാത്രമേ ഓഫൻസ് ആവുള്ളൂ. ഇവിടെ അതല്ല ഓഫൻസ്. സെക്ഷൻ 2 ഓഫ് ദി പ്രിവെൻഷൻ ഓഫ് നാഷണൽ ഓണർ ആക്ട്, പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട്, ദേശീയ ഗാനത്തെയും പോലീസ് അന്വേഷണത്തിന്റെ പോലും പോലീസ് അന്വേഷണത്തിന്റെയോ അല്ലെങ്കിൽ ഗൗരവമേറിയ ഒരു വലിയൊരു ഏജൻസി അന്വേഷിക്കേണ്ടതിന്റെ ഒന്നും ഒരു ഗ്രൗണ്ട് ഒരർത്ഥത്തിലില്ല. കാരണം ഇത് പബ്ലിക് ഡൊമൈനിൽ വന്നിരിക്കുന്ന വളരെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഈ വ്യക്തി തന്നെ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ മറ്റൊരു അന്വേഷണത്തിലേക്ക് കൂടി പോകുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഒരു അസ്വാഭാവികത ഇക്കാര്യത്തിൽ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇനി ഒരു ഏജൻസിയിലേക്ക്, അടുത്ത ഒരു ക്രൈംബ്രാഞ്ചിലേക്ക് പോവുകയാണ്. ആ ക്രൈംബ്രാഞ്ച് ഈ മന്ത്രിയുടെ കീഴിൽ തന്നെ, ഈ മന്ത്രിയെ വന്ന് സല്യൂട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ തന്നെ ഈ മന്ത്രിസ്ഥാനത്ത് സജി ചെറിയാൻ ഇരിക്കുമ്പോൾ ഇനിയൊരു റിപ്പോർട്ട് അങ്ങനെ പെട്ടെന്ന് സമർപ്പിക്കുമോ? ഇങ്ങനെ എല്ലാം പരിശോധിച്ചുകൊണ്ട്, ഈ വിട്ടുപോയ കാര്യങ്ങളൊക്കെ ചേർത്തെഴുതിക്കൊണ്ട് പരിശോധിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് സമഗ്രമായി കലർപ്പില്ലാതെ കൊടുക്കുമെന്ന് അങ്ങേക്ക് വിശ്വാസമുണ്ടോ? ഒരിക്കലുമില്ല. കേരള പോലീസ് ഈ അന്വേഷിക്കുക എന്ന് വീണ്ടും അന്വേഷിക്കുക എന്നുള്ള 100 തവണ അന്വേഷിച്ചാൽ പോലും ഈ കേരള പോലീസ് ഉറങ്ങുകയല്ല, ഉറക്ക് നടിക്കുകയാണ്. കേരള പോലീസിന് സജി ചെറിയാനെ വിളിച്ചു വരുത്താൻ പറ്റുമോ? സജി ചെറിയാനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സജി ചെറിയാന്റെ ശബ്ദ പരിശോധന എടുക്കാൻ പറ്റുമോ? ഇല്ല. അവര് നിങ്ങൾ പറഞ്ഞ മാതിരി സജി ചെറിയാനെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കുന്നവരാണ്. അതുകൊണ്ടാണ് കേരള പോലീസ് ഈ കേസ് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ കേസിനെ തേച്ചു മായ്ച്ചു കളയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ക്രൈം വിൽ നോട്ട് ഡൈ. കുറ്റകൃത്യം മരിക്കില്ല. ഏതെങ്കിലും ഒരു ദിവസം സജി ചെറിയാൻ ഈ കുറ്റവിചാരണക്ക് നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എത്ര തന്നെ കുഴിച്ചു മൂടിയാലും കുഴിച്ചു മൂടാൻ സാധിക്കാത്ത തെളിവുകൾ ഈ കേസിലുണ്ട്.
അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടരുന്നതോടൊപ്പം കുറെ സമയം കിട്ടുകയായിരിക്കാം. ഇപ്പോൾ കേരളത്തിലെ ഒരു മുൻ മന്ത്രിക്ക് 10-15 കൊല്ലം കിട്ടി, 25 കൊല്ലം കിട്ടി ഒരു കുറ്റകൃത്യത്തിന് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ അന്തിമമായി ഒരിക്കലും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇത് മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഒരു കാരണവശാലും മന്ത്രിസഭയിൽ നിർത്താൻ പാടില്ല. ഒരു പരാമർശത്തിന്റെ പേരിൽ രാജിവെച്ച വിശ്വനാഥൻ, ഒരു പരാമർശത്തിന്റെ പേരിൽ രാജിവെച്ച MP ഗംഗാധരൻ, ഇങ്ങനത്തെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടും അദ്ദേഹത്തിന് തന്നെ കുറ്റസമ്മതമാണ്. ഞാൻ രാജിവെക്കുന്നത് ഈ അന്വേഷണം നടക്കുമ്പോൾ ഈ കേസ് അന്വേഷണം സത്യസന്ധമായാൽ പോരാ, സത്യസന്ധമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും വേണം. ഇപ്പോൾ നടത്തുന്ന കേരള പോലീസ് അന്വേഷണം എന്ന് പറഞ്ഞാൽ പ്രതിക്ക് വേണ്ടി പ്രതി നടത്തുന്ന പ്രതിയുടെ അന്വേഷണമായി മാത്രമേ അവസാനിക്കുകയുള്ളൂ. ശരി, തീർച്ചയായും അതാണ്. അറ്റ്ലീസ്റ്റ് ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ആ ധാർമ്മികത കാണിക്കണം. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാകുമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ശ്രീ അസഫ് അലി സാറോ ഒക്കെ കോടതിയുടെ വിധികളെ വിമർശിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വിമർശിക്കുന്ന പോലെയൊന്നും അല്ല. ഭരണഘടന തൊട്ട് അധികാരത്തിൽ എത്തുന്ന ഭരണഘടനയുടെ കാവലായി നമ്മൾ കരുതുന്ന ഒരു മന്ത്രി തന്നെ അവിടെ വന്നൊരു വേദിയിൽ തെറ്റായ രീതിയിൽ ഈ ഭരണഘടനാ മൂല്യങ്ങളെ കടുത്ത ഭാഷയിൽ, നിന്ദ്യമായ ഭാഷയിൽ വിമർശിക്കുമ്പോൾ തീർച്ചയായും അതിന്മേൽ അത് ഗൗരവമേറിയ വിഷയമായി കോടതി കാണുമ്പോൾ തീർച്ചയായും അവിടെ മുഖ്യമന്ത്രിക്കൊരു ഉത്തരവാദിത്തമുണ്ടല്ലോ. കാരണം ഹൈക്കോടതിയാണ്, ഹൈക്കോടതി ബഹുമാനിക്കണം. ഹൈക്കോടതി രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ രാജിവെക്കണമെന്ന് പറഞ്ഞില്ലെങ്കിലും മുഖ്യമന്ത്രി പ്രദാനം ചെയ്യുന്ന, മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ആഭ്യന്തര വകുപ്പിനെ പ്രതിനിധീകരിക്കുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വിശ്വാസയോഗ്യനല്ല എന്ന തരത്തിലേക്കടക്കം ഈ കേസ് മാറുന്നുണ്ടെങ്കിൽ അതിന് ഗൗരവം കൊടുക്കുക തന്നെ വേണം. പാർട്ടി സെക്രട്ടറിയോട് ഇന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നാണ്. അതിൻ്റെ ശരിയെന്നോ തെറ്റെന്നോ ഒന്നും പറയുന്നില്ല. അപ്പോൾ അടിയന്തരമായി സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? സജി ചെറിയാൻ കാണുന്ന രീതിയിലുള്ള തൊടുനായന്മേൽ പിടിച്ച് തൂങ്ങി നിൽക്കാമെന്ന വഴിക്ക് സർക്കാർ സഞ്ചരിക്കേണ്ടതുണ്ടോ? പാർട്ടി സഞ്ചരിക്കേണ്ടതുണ്ടോ? ശരിയല്ലല്ലോ അത്. എന്നോടാണോ പ്രതീക്ഷ? അതെ, ശ്രീ ജയചന്ദ്രൻ. അതെ ശ്രീ M. ജയചന്ദ്രൻ, താങ്കളോടാണ് ചോദ്യം. നമ്മുടെ ഈ DGP ആയി റിട്ടയർ ചെയ്ത ശ്രീ A. ഹേമചന്ദ്രൻ, അതായത് സർവീസ് സ്റ്റോറിയാണ് നീതി എവിടെ, വായിച്ചിട്ടുണ്ടാവും. നമ്മൾ ഏതാണ്ട് എല്ലാവരും വായിക്കുന്നതാണല്ലോ. പല തരത്തിലാണ് അതിന്റെ പെർസെപ്ഷൻ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. അദ്ദേഹം അതിൻ്റെ അകത്ത് സോളാർ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. 41, 42, 43 അധ്യായങ്ങളായിട്ട് അത് പറയുന്നുണ്ട്. അതിൽ വിശദമായി അദ്ദേഹം ചർച്ച ചെയ്യുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കേസ് അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്നത്, A. ഹേമേന്ദ്രനെ ഏൽപ്പിക്കുന്നത്. അദ്ദേഹം ADGP ആണ്. പിന്നെ ഈ തരത്തിൽ മുഖ്യമന്ത്രിക്ക് ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ സാങ്ക്ടിറ്റി അതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ. അപ്പോ പിന്നീട് ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷന്റെ മുമ്പാകെ 13 മണിക്കൂർ വിചാരണയ്ക്ക് ഇരുന്ന് കൊടുക്കുന്നത്, അതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്. ഇവിടെ അങ്ങനെയല്ല. സജി ചെറിയാൻ രാജിവെച്ചു അല്ലെങ്കിൽ രാജിവെപ്പിച്ചു എന്ന് തന്നെ പറയാം. ആ പാർട്ടിയും മുന്നണിയൊക്കെ കൂടെ ചേർന്നാണ് ചെയ്യിപ്പിച്ചത്, ഇനി അങ്ങ് തുടരണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ അത് കഴിഞ്ഞ് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തിരിച്ചു വരുന്നതും. ഇപ്പോ ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഒരു പരാമർശം നടത്തിയിരിക്കുന്നു. അതിന്റെ ഈ ശാസ്ത്രീയമായ പരിശോധിക്കണമെന്ന് ആർക്കെങ്കിലും വാദമുണ്ടോ? ഇപ്പോ പിന്നെ മുൻ DG ആയിരുന്ന അഡ്വക്കേറ്റ് യാസഫ് അലി ചർച്ചയിലുണ്ടല്ലോ. ഇപ്പോഴത്തെ DG കേസിൽ വന്നിരുന്നല്ലോ, താങ്കൾക്കറിയുമല്ലോ. അത് ഇപ്പോഴത്തെ DG ഹൈക്കോടതിയിലെ കേസിന് വേണ്ടി വന്നിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്നുള്ളതും താങ്കൾക്ക് അറിയാത്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ അത് ആ ചർച്ചയിലേക്ക് സമയമില്ലാത്തതുകൊണ്ട് അത് പറയുന്നുമില്ല. അപ്പൊ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കോടതി പറയുന്നത് എന്താണ്? ഇത് പിന്നെ അന്വേഷണം ആവശ്യമുണ്ട്. എങ്ങനെ? ക്രൈംബ്രാഞ്ചിന്റെ, സ്റ്റേറ്റ് പോലീസിന് തന്നെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം DGPക്കാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അത് നടക്കും. അത് നടന്നിട്ട് എന്താണ് വേണ്ടതെന്നുള്ളത് ഈ പറഞ്ഞ ശാസ്ത്രീയമായ പരിശോധന, അതാർക്കും ഒളിച്ചു വെക്കാനോ മറച്ചു വെക്കാനോ കഴിയില്ലല്ലോ പ്രതീക്ഷ. ആ അന്വേഷണം നടക്കട്ടെ, മുമ്പോട്ട് വരട്ടെ. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ അത് നിയമാനുസൃതം തന്നെ പോകട്ടെ. അതുകൊണ്ടാണല്ലോ ഗോവിന്ദമാഷ് പറഞ്ഞത് നിയമപരമായി എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ സജി ചെറിയാൻ ഇപ്പോ പിന്നെ ഇദ്ദേഹം ബഹുമാനായ ശ്രീ അസഫ് അലി പറഞ്ഞതുപോലെ അവിടെ ക്രൈം എപ്പോഴും നിലനിൽക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ ഞാൻ അതിനെക്കുറിച്ചൊന്നും അല്ല, ഈ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ജനങ്ങൾക്ക് സംശയമില്ലാത്ത സംശയരഹിതമായ ഒരു അന്വേഷണം നടക്കുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഈ സ്ഥാനത്തിരുന്നാൽ രാജിവെക്കണോ വേണ്ടയോ? ഞാനൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കൂടി അങ്ങ് ഒരു മാധ്യമപ്രവർത്തകൻ കൂടി ആയിരുന്നുകൊണ്ട് ആ നിലയിൽ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്.
അല്ല, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ എ ഹേമേന്ദ്രൻ ഉദാഹരണം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അത്തരത്തിൽ എടുത്തു പറയാൻ ഒന്നല്ല, വേറെ ഉദാഹരണങ്ങൾ വേറെയും ഉണ്ട് പ്രതീക്ഷ. പക്ഷെ നമുക്ക് അതല്ലല്ലോ പറയേണ്ടത്. ഒന്നിനെ മറ്റൊന്നുകൊണ്ട് ന്യായീകരിക്കുന്ന ഒരു ആളെ അല്ല ഞാൻ. അത് ഞാൻ പോവുകയുമില്ല. പക്ഷെ ഒരു ഉദാഹരണം എന്നല്ലേ പറഞ്ഞത്. ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിൽ ഒരു കാര്യമുണ്ട്. താങ്കൾ ഈ ഡിവൈഎസ്പിയുടെ തട്ടിക്കൂട്ട് റിപ്പോർട്ട് നോക്കണം. ഡിവൈഎസ്പി റിപ്പോർട്ടിൽ ഒരു കാര്യം പറയുന്നു. അദ്ദേഹത്തിന്റെ ആ പ്രസംഗം ഭരണഘടനയെ ബോധപൂർവ്വം അവഹേളിക്കുക എന്നുള്ളതല്ല, സൗദ്ദേശപരമായ ഒരു വിമർശനമായിരുന്നു എന്നൊരു പരാമർശം അതിലുണ്ടല്ലോ. അപ്പൊ ആ പരാമർശത്തിലാണ് കോടതിയും നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വേറൊരു കേസാണെങ്കിൽ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അറിയാമല്ലോ, മുഖ്യമന്ത്രി ഗൺമാന്മാർ നടത്തിയ രക്ഷാപ്രവർത്തനം അത് കണ്ടില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ കണ്ടില്ലല്ലോ നമ്മുടെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി എന്ന് അത് കേട്ടെഴുതി കോടതിയിൽ കൊണ്ടുപോയി കൊടുത്തൊരു ഡിവൈഎസ്പിയും ഉണ്ടായിരുന്നു അങ്ങ് ആലപ്പുഴയിൽ. നമ്മൾ മറന്നു പോകരുത്, നാട്ടുകാർ മൊത്തം കണ്ട കാര്യം നമ്മുടെ മുഖ്യമന്ത്രി കണ്ടില്ലല്ലോ. അപ്പോൾ പിന്നെ എഴുതിയേക്കാം വെള്ള പേപ്പറിൽ എന്ന് നല്ലൊരു റിപ്പോർട്ട് കൊടുത്ത് അത് കോടതി വലിച്ച് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇതാരും ചവറ്റുകൊട്ട എറിഞ്ഞില്ലല്ലോ. ഹൈക്കോടതി, കേരള ഹൈക്കോടതിയിൽ ഇന്നത്തെ വിധിയിൽ ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട് ചവറ്റുകൊട്ട എറിഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ അകത്തുള്ള അപാകതയായിട്ട് കോടതി കണ്ടെത്തിയത് തുടരന്വേഷണത്തിന് ബോധ്യപ്പെടണം. അതിന് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം. അതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അല്ല ഡിവൈഎസ്പിയുടെ അന്വേഷണ റിപ്പോർട്ട് ചവറ്റുകൊട്ട എറിഞ്ഞിട്ടില്ല പ്രതീക്ഷേ. സമ്മതിച്ചുകൊണ്ടല്ലോ ഒരാൾക്ക് കൈമാറിയത്. കൊള്ളാം, നല്ല ഗംഭീരം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, കുറച്ചുകൂടെ സ്പൈസ് എന്തെങ്കിലും സുഗന്ധദ്രവ്യങ്ങൾ ഇട്ട് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ കൊടുത്തത്. ഇത് അപ്പാടെ അടിമുടി തട്ടിക്കൂട്ടാണ് എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് കോടതി വേറൊരു ഏജൻസിയിലേക്ക് കൊടുത്തിരിക്കുന്നത്, ക്രൈംബ്രാഞ്ചിലേക്ക്. കാഴ്ചപ്പാടൊന്നും കോടതിക്കില്ല. നമ്മുടെ നിയമവ്യവസ്ഥയെ അങ്ങനെ അപഹസിക്കരുത്. തട്ടിക്കൂട്ടെന്ന് പറഞ്ഞ ഒരു വ്യാഖ്യാനമൊന്നും നിയമശാസ്ത്രത്തിലില്ല. തുടരന്വേഷണം വേണം, അത് ക്രൈംബ്രാഞ്ച് വിശ്വാസയോഗ്യനായ ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ പഴയ ഉദ്യോഗസ്ഥന് വിശ്വാസമുണ്ട് എന്ന് പറയുകയാണോ ചെയ്യുന്നത്? വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞത്. വിശ്വാസം ഇല്ല, തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് എന്ന് താങ്കളുടെ വെർഷൻ. കോടതിയുടെ പേരിൽ ആരോപിക്കേണ്ട. കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കി കാര്യങ്ങൾ അന്വേഷണത്തിൽ വരട്ടെന്നേ. ആർക്കാ തടസ്സം? ഞാൻ അതിനെ വിയോജിപ്പോലും പറയുന്നുണ്ടോ? ഞാൻ അതിനെ വെൽക്കം ചെയ്യുന്നു ഹോൾ ഹാർട്ടഡ്ലി. ഒരു തർക്കവുമില്ല. ശരി, നമുക്ക് സമയക്കുറവുണ്ട്. അവസാനമായി ശ്രീ അസഫ് അലി, താങ്കൾ എങ്ങനെയാണ് ഈ അന്വേഷണത്തെ കാണുന്ന? ഒരു പ്രത്യേക സ്പെഷ്യൽ ടീം, ഇതിന്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ് പോകേണ്ടത്? അവിടെയും താങ്കൾ കാണുന്ന ഈ അമ്പരപ്പും എന്തെങ്കിലും സംശയം ഉണർത്തുന്ന കാര്യങ്ങൾ കൂടി നിയമപരമായി പറഞ്ഞു പൂർത്തിയാക്കിയാൽ. ഡിവൈഎസ്പി അന്വേഷിച്ച് കേസ് ക്ലോസ് ചെയ്തതാണ്, റഫർ ചെയ്തതാണ്. അപ്പം റഫർ ചെയ്ത കേസിന് ഒരു വീണ്ടും തുടരന്വേഷണം എന്ന് പറഞ്ഞാൽ ആ റഫർ റിപ്പോർട്ട് കോടതി റദ്ദ് ചെയ്യണം. ആ റഫർ റിപ്പോർട്ട് നിലനിർത്തിക്കൊണ്ട് പുതിയൊരു അന്വേഷണത്തിന് ഉത്തരവിടാൻ പറ്റില്ല. ഡിവൈഎസ്പി നടത്തിയ അന്വേഷണം തികച്ചും അബദ്ധ ജടിലമാണ്. അത് അന്വേഷണമേ അല്ല. സാക്ഷികളെ മൊഴി റെക്കോർഡാക്കിയിട്ടില്ല, ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടില്ല, ശബ്ദ പരിശോധന നടത്തിയിട്ടില്ല. ഇതെല്ലാം ഹർജിക്കാരന്റെ വാദങ്ങൾ ശരിവെച്ചു. ആ റഫർ റിപ്പോർട്ട് റദ്ദ് ചെയ്തു. എന്നിട്ടാണ് പുതിയൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അല്ലാതെ റഫർ റിപ്പോർട്ട് നിലനിർത്തിക്കൊണ്ട് വീണ്ടും ഒരു അന്വേഷണമാവാം, അത് പാടില്ല നിയമപരമായി. റഫർ റിപ്പോർട്ട് നിൽക്കുന്നിടത്തോളം കാലം പ്രതിയെ കുറ്റമുക്തമാക്കി എന്നാണ്. അതായത് ഒരു ഭ്രൂണാവസ്ഥയിൽ തന്നെ ഒരു ശിശുവിനെ കൊന്നു, ആ ഒരു ഫീറ്റസിനെ ഭ്രൂണാവസ്ഥയിൽ തന്നെ അബോർട്ട് ചെയ്തു. അതാണ് ഡിവൈഎസ്പി ചെയ്തത്. അതിന് വീണ്ടും ജീവൻ കൊടുക്കണമെങ്കിൽ അത് റദ്ദ് ചെയ്യണം. അത് റദ്ദ് ചെയ്തു ഹൈക്കോടതി. അപ്പൊ ഡിവൈഎസ്പിയുടെ ക്രമവിരുദ്ധമായ നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച നിരവധി സംഭവങ്ങൾ ഓരോന്നോരോന്ന് ചൂണ്ടിക്കാട്ടി. സജി ചെറിയാന്റെ ശബ്ദ പരിശോധന നോക്കാതെ നമ്മൾ ഈ സീനിൽ കാണുന്ന ഈ ശബ്ദം സജി ചെറിയാനതാണെന്ന് എന്ത് തെളിവ്? കോടതിയിൽ ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് ആ റഫർ റിപ്പോർട്ട് റദ്ദ് ചെയ്തു. ഒരു പുതിയൊരു അന്വേഷണം. സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ ഉണ്ടെന്ന് കേരളത്തിലെ എല്ലാവരും സത്യസന്ധന്മാരാണ്. പക്ഷേ സത്യസന്ധന്മാരായ നിഷ്പക്ഷമതികളായ നീതിമാന്മാരായ ഉദ്യോഗസ്ഥന്മാരുടെ കരങ്ങൾ ബന്ധസ്ഥനാക്കുമ്പോൾ അവർ സത്യസന്ധന്മാരല്ലാതായി മാറുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് കേരള പോലീസ് അതും മന്ത്രിസ്ഥാനത്ത് തുടരുന്നു. മന്ത്രിയെ വിളിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാകുമോ? അദ്ദേഹത്തിന്റെ ശബ്ദ പരിശോധന തയ്യാറാകുമോ? അദ്ദേഹത്തിന്റെ കുറ്റസമ്മത മൊഴിയായി എടുക്കണ്ടേ? അദ്ദേഹം പുറത്തു പറഞ്ഞിരിക്കുന്ന പല പ്രസ്താവനകളും അത് എടുക്കുമോ? എടുക്കാൻ കഴിയില്ല. അത് മന്ത്രിയായിരിക്കുന്നിടത്തോളം സാധ്യമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ഔട്ട്സൈഡ് ഏജൻസി, CBI ആവാം,
അല്ലെങ്കിൽ കേരള പോലീസ് ഇവിടെ കർണാടക പോലീസ് ആവാം, കർണാടക പോലീസ് അല്ല തമിഴ്നാട് പോലീസ് ആവാം. CBI ഒരു ഔട്ട്സൈഡ് ഏജൻസിയാണ്. എന്നാൽ മാത്രമേ സത്യം തെളിയുകയുള്ളൂ. ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ, സത്യസന്ധമായി അന്വേഷണം നടത്തിയാൽ മാത്രം പോരാ, അന്വേഷണം സത്യസന്ധമാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. അതാണ് സുപ്രീം കോടതി സുപ്രസിദ്ധമായ വെസ്റ്റ് ബംഗാൾ കേസിൽ പറഞ്ഞത്. Even if investigation is fair, it must instill confidence in the mind of the complainant victim that a fair investigation is going on. Otherwise, there will be a denial of justice. നീതി നിഷേധമായിരിക്കും. ഭരണഘടനയെ സംബന്ധിക്കുന്ന ഒരു കേസാണ്, ഒരു സാധാരണ അടിപിടി കേസല്ല. ഈ രാജ്യത്തിന്റെ ആത്മാവാണ്, രക്ഷകരാണ് ഭരണഘടന. ഇന്ത്യയിലെ ഈ മുഴുവൻ ജനങ്ങളുടെയും രക്ഷകരാണ്. അതിനെയാണ് ഒരു മന്ത്രി നിന്ദിക്കുകയും തള്ളിപ്പറയുകയും അപമാനിക്കുകയും ചെയ്തത്. അതിന് അദ്ദേഹം ശിക്ഷ അറിയിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്തേ തീരൂ. ശരി ശരി, വളരെയധികം നന്ദി ശ്രീ അഡ്വക്കേറ്റ് അസഫ് അലി. ശ്രീ M. ജയചന്ദ്രൻ നിലപാടുകൾ വ്യക്തമാക്കിയതിന് സജി ചെറിയാൻ കോടതിയിൽ വീണ്ടും കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ഈ വിഷയമാണ് നമ്മൾ പരിശോധിച്ചത്.